വർത്തമാനകാല യാഥാർത്ഥ്യങ്ങളും ഭാവിയെക്കുറിച്ചുള്ള ദർശനങ്ങളുമാണ് ഈ കൃതിയിൽ. തീവ്രമായ അന്വേഷണത്തിൻ്റെയും ഉൾക്കാഴ്ചയുടെയും സമഗ്രത കൊണ്ട് ഇതിലെ ഓരോ നിരീക്ഷണവും പുരോഗനാത്മകമായ സത്യസന്ധത പുലർത്തുന്നു. കേരളത്തിൻ്റെ വികസന മുന്നേറ്റത്തിന് ഒരു പുതിയ ദാർശനിക പരിപ്രേക്ഷ്യം നൽകാനാണ് ഈ പുസ്തകത്തിൽ ശ്രമിക്കുന്നത്. വികസനമെന്നു കേൾക്കുമ്പോൾ GDPയും സെൻസെക്സും വ്യവസായങ്ങളും എക്സ്പ്രസ് വേയും ഒക്കെയാണ് മനസ്സിൽ വരിക. ആത്യന്തികമായി വികസനം ആർക്കു വേണ്ടിയാണ്? ആരാണ് വികസനത്തിൻ്റെ കേന്ദ്ര ബിന്ദു? മനുഷ്യൻ്റെ അവസ്ഥയിൽ മാറ്റം വരാതെ GDPയും സെൻസെക്സും വളർന്നതുകൊണ്ട് എന്തു പ്രയോജനം? എല്ലാ വികസന ചർച്ചകളും മനുഷ്യ കേന്ദ്രീകൃതമായിരിക്കണം. മനുഷ്യൻ്റെ അവസ്ഥയുടെ പുരോഗതിയായിരിക്കണം ആത്യന്തികമായ ലക്ഷ്യം. ആ ലക്ഷ്യത്തോടെയാണ് സാമ്പത്തിക പുരോഗതിക്കുപരി ജീവിത ഗുണനിലവാര വിഷയങ്ങളും പുസ്തകത്തിൽ ചർച്ചാവിഷയമാകുന്നത്. വായനക്കാരൻ്റെ ചിന്തയും കാഴ്ചപ്പാടും കേരളത്തിലേക്കു മാത്രം ചുരുങ്ങാതെ ഇന്ത്യ മൊത്തത്തിലും ആഗോളതലത്തിലും ചിന്തിക്കാൻ പാകത്തിലാണ് ഉള്ളടക്കത്തിൻ്റെ ഘടന. സാധാരണ വായനക്കാരനെപ്പോലും മാനേജ്മെൻറ്റ് വിദഗ്ധൻ്റെ നിലവാരത്തിൽ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന വിവരങ്ങളും സ്ഥിതിവിവര കണക്കുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി മാധ്യമങ്ങൾ ഈ പുസ്തകത്തെ എങ്ങനെ വിലയിരുത്തിയെന്ന് നോക്കാം. എ തോട്ട് പ്രൊവോക്കിംഗ് സ്റ്റഡി ഓൺ ദ ലൈഫ് ഓഫ് കേരള ഫ്രം ക്ലോസ് ക്വാർട്ടേഴ്സ്. The author unfolds a world of opportunities available across the state. After briefly discussing the basic infrastructure sectors, the author highlights 5 dream projects for special attention. The book is worth an intensive and thorough reading by all those who are concerned about the state's development, especially the ruling class. The New Indian Express. വികസനവും വ്യക്തിയും, അടിസ്ഥാന മേഖലകൾ, 5 സ്വപ്ന പദ്ധതികൾ, സൃഷ്ടിപരമായ ആശയങ്ങൾ, ഇങ്ങനെ 4 വേർതിരിച്ചാണ് വിഷയ സമീപനം. സാമാന്യ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും ബാധിക്കുന്ന വികസനത്തിനു വേണ്ടിയുള്ള സമഗ്രമായ ഒരു വികസന രേഖ കൂടിയാണ് ഈ ഗ്രന്ഥം. വികസന സങ്കല്പങ്ങളെ എങ്ങനെ ദാർശനിക വീക്ഷണത്തിലൂടെ രൂപപ്പെടുത്താനാവും എന്ന് വിശദമാക്കുന്നു ഈ കൃതി. വായനയ്ക്കും ചിന്തയ്ക്കും പഠനത്തിനും പ്രയോജനപ്പെടുന്ന ഗ്രന്ഥമാണിത്. കുങ്കുമം. The book will be useful for preparing the approach paper to the 12th 5-year plan, Tamil Nadu. ശാന്ത ഷീല നായർ, IAS, Vice Chairman, State Planning Board, Tamil Nadu. It is very informative and reveal the possibilities of development in Kerala. And also I appreciate efforts taken by you to study and report every aspect of area which has potential for development. It is of course a reference source also. Dr. A. Gobikuttan, Associate Professor and Head, Department of Library and Information Science, University of Kerala. പ്ലാനിംഗ് ബോർഡ് പോലുള്ള വലിയ ആസൂത്രണ പദ്ധതികൾ മെനയുന്ന സ്ഥാപനങ്ങൾക്ക് കഴിയുന്ന കാര്യങ്ങൾ ഒരു വ്യക്തിക്ക് കഴിഞ്ഞിരിക്കുന്നു എന്നത് അത്ഭുതകരമാണ്. കേരളത്തിൻ്റെ പ്രാദേശിക പ്രത്യേകതകൾ പോലും ശ്രദ്ധാപൂർവം പഠനവിധേയമാക്കിക്കൊണ്ട് ഇത്ര ഗംഭീരമായ സാധ്യതാ പഠനം നിർവഹിച്ച ശ്രീ ആൻ്റണി ജെ ജോൺ പ്രത്യേക പ്രശംസ അർഹിക്കുന്നു. കക്ഷിരാഷ്ട്രീയങ്ങൾക്കതീതമായി ഈ പുസ്തകം കേരള വികസനത്തിൻ്റെ മാർഗരേഖയായി അംഗീകരിക്കപ്പെടേണ്ട ഒന്നാണ്. ശ്രീ സണ്ണി സ്റ്റീഫൻ, ലൈബ്രറിയൻ, സൗത്ത് ഇന്ത്യൻ സെൻട്രൽ പബ്ലിക് ലൈബ്രറി, കാരക്കോണം.